ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ശക്തമായ മഴയാട്ടോ, 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട് കൂട്ടുകാരെ. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടോ? അപ്പോൾ ഇത് പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രീസറിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് കഴുകി തലേന്ന് തന്നെ നന്നാക്കി അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ ഞാനത് രാവിലെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. അപ്പോൾ ആ കട്ടയായതൊക്കെ ഒന്ന് വിട്ട് വിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പനിയാട്ടെ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മോനും ഇക്കാക്കും നല്ല പനിയാണ്. അപ്പോൾ ഞാനൊരു ചലഞ്ച് അങ്ങോട്ട് ഏറ്റെടുത്തു. നല്ല പനിയുള്ള ടൈമിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കി ഇവർ കഴിക്കുമെന്ന്. കാരണം ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഇല്ലാണ്ട് ഇവർക്കൊന്നും ഇറങ്ങൂല കേട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പനിയുള്ള ദിവസം തന്നെ നോക്കിയിട്ട് ആ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫ്രൈ എന്ന് പറയുന്നത് സ്പെഷ്യലാട്ടോ. കാരണം തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല പെപ്പർ പൗഡറൊക്കെ ധാരാളം വാരി വിതറിയിട്ട് ഉള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. ഞാനിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ഞാനിങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും. മഹാ ബോറാണോ? എനിക്കൊന്നും അറിയില്ല. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് പുറത്തുള്ളവർക്കാണ് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നേരെ പോയിട്ട് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതെ, ഇതാണ് എൻ്റെ മസാല ബോക്സ്. ഇങ്ങനെ ഒരു മസാല ബോക്സ് എല്ലാവരും മേടിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സ് മേടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മസാല പൊടികളൊക്കെ ഇട്ട് വെച്ച് ഓരോന്ന് പെറുക്കി പെറുക്കി എടുക്കണ്ടേ. ഇതാകുമ്പോൾ ഒരൊറ്റ ബോക്സാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, നമുക്ക് കീപ്പ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇന്ന് ഞാൻ ഈസ്റ്റേണിൻ്റെ മസാല, ഗരം മസാല ഇട്ടാട്ടോ ഇന്ന് ഞാനിത് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രൈ അല്ല, സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ഫ്രൈ ചെയ്യാനല്ല കേട്ടോ. ഞാൻ കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനുമാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലാണ് കേട്ടോ ഈ മസാല ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബീഫിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല ഈസ്റ്റേണിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈസ്റ്റേണിൻ്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ സുഹൃത്തുക്കളെ. എനിക്ക് ഈസ്റ്റേണിൻ്റെ മസാല എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ ഒരു കുത്ത് ഫീൽ ചെയ്യണ പോലെ. യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. പക്ഷേ എനിക്ക് ആ മസാല എന്തോ ഒരു ഫ്ലേവർ, എന്തോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈസ്റ്റേണിൻ്റെ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതല്ലേ, നമ്മളത് തന്നെ ഇട്ട് തന്നെയാണ് ഇന്ന് ബീഫ് ഫ്രൈ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടാട്ടോ ഞാൻ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ആണ് എടുത്തത്. പക്ഷേ ഞാൻ മൊത്തത്തിലാണ് മസാല തേച്ച് വെച്ചത്. അത് ഞാൻ ഒരു 3-4 വിസിലും കൊണ്ട് വേവിച്ചു. അപ്പോൾ ഞാൻ കറിക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാത്രം ഒരു അര കെജിയോളം ബീഫ് ഞാൻ ആ വേവിച്ച പോർഷനിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളി മോഡൽ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ചെറിയ കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോഴാണ് മക്കളെ ഞാൻ പിന്നെ ഓർമ്മ വന്നത്, തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഈ ഫ്രൈ ചെയ്യുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടാമെന്ന് വലിയ പ്ലാൻ ചെയ്തൊക്കെ വെച്ചതാണ്. പക്ഷേ ആ പ്ലാൻ ചെയ്തതിൻ്റെ മെയിൻ പോർഷൻ ഞാനവിടെ മറന്നുപോയി. ഇതാണ് ചില കാര്യങ്ങൾ ഞാൻ പല ടൈമിലായിട്ട് ഇങ്ങനെ മറന്നു പോകുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? വലിയ കാര്യത്തിന് അത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വയ്ക്കും, പിന്നെ ചെയ്യണ ടൈമിലുണ്ടല്ലോ അതൊക്കെ പകുതി മുക്കാലും മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഗ്യാസ് പയ്യെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് തേങ്ങ പൊട്ടിച്ച് ഇങ്ങനെ കുത്തി കുത്തി കുക്കിരാട്ടിയാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചൊക്കെ പോകണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെറുക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലായോ? ബാക്കിയുള്ളതൊക്കെ മുരിഞ്ഞ് അത്യാവശ്യം എന്തൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാനുണ്ടല്ലോ ആ ഉള്ളിയൊക്കെ സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ദേ ഞാൻ തേങ്ങ ഇടാൻ പോവാണ്, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക, ആ തേങ്ങ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. ഇതൊക്കെയാണ് ചില വീട്ടമ്മമാരുടെ അല്ല, വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഞാൻ മാത്രമല്ല. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാട്ടോ. ചിലതൊക്കെ മറന്നുപോയാൽ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ വല്ല മുളകോ മഞ്ഞപ്പൊടിയോ
ഇടാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിലിട്ടേക്കുന്ന സവാള ഉള്ളിലേക്ക് അങ്ങോട്ട് പയ്യെ പയ്യെ ചോട്ടിന്ന് മാറ്റി, അതായത് കുളത്തിന്ന് നമ്മൾ ചെളി കോരി മാറ്റി വെക്കില്ലേ, അതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് നമ്മളിങ്ങനെ വേവാനുള്ള സംഭവം, അതായത് ഏതാണോ ചേർക്കാത്തത് ആ ചേർക്കാത്ത പോർഷനെ നമ്മൾ എടുത്ത് വെച്ച്, അതായത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തേങ്ങ ഫ്രൈ ആയത് ഞാൻ അറിഞ്ഞില്ല. ആ തേങ്ങ ഫ്രൈ ആയി കഴിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറിയിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്ന ആ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ നമ്മൾ ആ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെപ്പർ പൗഡർ. നമ്മൾ ബീഫ് പെപ്പർ പൗഡർ ബീഫ് പെപ്പർ ആണ്, പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെപ്പർ പൗഡർ ധാരാളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്തതിൻ്റെ കൂടെ കുറച്ച് ചതച്ച മുളക് ഒരു അലങ്കാരമാണ് കേട്ടോ ഫ്രൈകൾക്കെല്ലാം. അതുപോലെ തന്നെ തോരൻ വെച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ വാരി വിതറൽ ഇത്തിരി കൂടുതലാണ് ആ മുളക് വന്നതിന് ശേഷം, അതായത് നമ്മുടെ ചതച്ച മുളക്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ആ ഫ്രൈ വേവിച്ച് വെച്ച, ഫ്രൈ അല്ല, വേവിച്ച് വെച്ച ബീഫ് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് ബീഫ് കറി വെച്ചത്. അപ്പോൾ ഉച്ചയോടെ എടുക്കുമ്പോൾ നമുക്ക് രാവിലെയാണ് കറി വെച്ചത്. അപ്പോൾ ഉച്ചയോടെ എടുക്കുമ്പോൾ നമുക്ക് ഫ്രൈയും കൂടി ഉണ്ടാക്കാമല്ലോ എന്നാണ് വിചാരിച്ചത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫ് പെപ്പർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യൂലേ, സെയിം അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടപ്പോൾ അത് കൂടുതൽ റിച്ചായി എന്ന് മാത്രം. അപ്പം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ആദ്യം ഉള്ളി കേട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടായിരുന്നു. എനിക്ക് കറിവേപ്പില കുറേ വേണം കേട്ടോ. അത് ഞാൻ ഇടാണെങ്കിൽ നാടൻ കറിവേപ്പിലയാണ് ഇടുള്ളൂ. അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ അത് ധാരാളം വാരി വിതറും. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ബീഫ് നന്നായിട്ട് വെന്തതാണ്. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല കടല പോലെ ഉറപ്പുള്ള രീതിയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി ഇങ്ങനെ കൊണ്ടുവരണം. അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ആ രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ആക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട്, അപ്പോൾ ആ മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അരപ്പ്, അതായത് ഈ മസാലയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂട്ടിയിടരുത്. അടുപ്പ് എപ്പോഴും കുറച്ചിട്ടിട്ട് ചെയ്യാമോളൂ. അപ്പോൾ ഞാൻ പിന്നെയും ഒന്ന് കളറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൂടുതലും പെപ്പറാണ് കൂടുതൽ ചേർക്കുന്നത്, കാരണം അതിന് എരിവ് കിട്ടുകയും ചെയ്യും, അതിനൊരു കളറിലൊരു വ്യത്യാസം വരികയും ചെയ്യും. പിന്നെ ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നത് പെപ്പർ ചേർക്കുമ്പോഴാണല്ലോ. പിന്നെ ഉള്ളി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൊച്ചുള്ളിയാണ് ധാരാളം ചേർക്കേണ്ടത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഈ രീതിയിൽ കിട്ടില്ല. സവാള സത്യം പറഞ്ഞാൽ ഏത് കറിക്ക് ചേർത്താലും വലിയ മെനിയൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ ബീഫൊക്കെ കറി വയ്ക്കുമ്പോഴോ ബിരിയാണി വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചേർക്കാം. പക്ഷെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കൊച്ചുള്ളി ചേർത്താലാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ മസാല, എൻ്റെ സ്പെഷ്യൽ മല്ലിയിലയാട്ടോ ഇത്. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ നട്ടുണ്ടാക്കുന്നതാണ്. വീട്ടിലാണെങ്കിൽ കുറേ ധാരാളം ഉണ്ട്. ഞാനിവിടെ നട്ടിട്ട് ഞാൻ ഡെയിലി പോയി പറിച്ച് ഇപ്പോൾ ഒരു കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിന് ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ. ഇത് നമ്മുടെ ഹാർട്ട് പേഷ്യൻസിനൊക്കെ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇതിൻ്റെ വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന്, അതായത് രോഗമൊക്കെ ഇത്തിരി കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. അപ്പോൾ അത്രയും നല്ല ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെപ്പർ ഫ്രൈയിൽ ഈ മസാല, ഈ മല്ലിയില തന്നെ ഇടുന്നത് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വേറെ മല്ലിയില പച്ചക്കറി കടയിൽ നിന്ന് കിട്ടും. അത് ഗുണമില്ലാത്ത മല്ലിയിലയാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഗുണമുള്ള മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഉച്ചയൂണ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പനിയാണ് ഇക്കാക്കും മോനിക്കും. അപ്പം അവരെയൊക്കെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്നത്. എന്ന് കരുതി നിങ്ങൾ എൻ്റെ കഴുത്തിന് പിടിക്കാൻ വരരുത്, കാരണം ഇതൊരു ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ദേ സുഹൃത്തുക്കളെ, എൻ്റെ പെപ്പർ ഫ്രൈ, അതായത് തേങ്ങാക്കൊത്ത് കേട്ട പെപ്പർ ഫ്രൈ, ബീഫ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇവിടെ ധാരാളം ബീഫ് ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയാൽ ഇവിടെ കിട്ടാറില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പെപ്പർ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാലിയാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ദേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ആ മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ദേ എൻ്റെ പെപ്പർ ഫ്രൈ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഫുൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കിയ ബീഫ് പെപ്പർ
തേങ്ങാക്കൊത്തിട്ട ഫ്രൈ കേട്ടോ. അപ്പോൾ കുറച്ച് റിച്ചാണിത്. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കുകയാണ്. നല്ല ടേസ്റ്റുണ്ട്. വായിലിട്ട് അലിഞ്ഞു പോകും മക്കളെ, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കുട്ടികൾക്കും അയ്യോ എൻ്റെ മോനിക്കും അവർക്കുള്ള പനിയുള്ളത്. അപ്പോൾ ആ പനിയുള്ള മോനിക്കും ഇക്കാക്കും കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കി കൊടുത്തു ട്ടോ. കൊടുത്ത് കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പൊടി അവക്കടൊരു ബീഫ് പെപ്പർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ ട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.